മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 27:10 നമുക്ക് ധ്യാനം വിഷയം. ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 27 വേഴ്സ് 10. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവിനെ കൈക്കൊള്ളും. അടികൊണ്ട് തിമിർത്തു കിടക്കുന്ന പാടുകൾ നോക്കിക്കൊണ്ട് ആ ബാലൻ ഏങ്ങലടിച്ചു. സഹപാഠികൾ സഹതാപത്തോടെയാണ് അവനെ വീക്ഷിച്ചത്. മടയത്തരങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ട ഈ ബാലനോട് ഒരു സ്നേഹിതൻ പറഞ്ഞു, ഇനി ക്ലാസ് അധ്യാപകന്റെ അടിയല്ലേ നിനക്ക് കിട്ടിയുള്ളൂ, നാളെ മിക്കവാറും നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ സാധ്യത കാണുന്നു. അത്ര വലിയ ആനമണ്ടത്തരങ്ങളല്ലേ നിന്റെ വായിൽ നിന്ന് വീഴുന്നു. ബാലനൊന്നും മിണ്ടാതെ കരച്ചിലടക്കി സ്നേഹിതനെ നോക്കി. ഈ സമയം ക്ലാസ്സിലെത്തിയ പ്യൂൺ ബാലനെ ഹെഡ്മാസ്റ്ററിന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. ലക്ഷ്യമറിഞ്ഞിട്ടോ എന്തോ ഒരുപറ്റം വികൃതികൾ കൂവിയാർത്തു. ചിലർ സഹതാപത്തോടെ നോക്കി. ഹെഡ്മാസ്റ്ററിന്റെ മുറിയിൽ വിറയ്ക്കുന്ന പാദങ്ങളോടെ നിൽക്കുമ്പോൾ ബാലൻ വിങ്ങി പൊട്ടുകയായി. തടിച്ച ഗ്രന്ഥത്തിൽ മാത്രം മിഴികളൊന്നിരുന്ന ഹെഡ്മാസ്റ്റർ അവനെ കണ്ടപ്പോൾ തല ഉയർത്തി. കൊടുന്നനെ ഉയർന്നു വന്ന ക്രോധം അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രതിഫലിച്ചു. ഒന്നും പറയാതെ മേശപ്പുറത്തിരുന്ന ചൂടിലെടുത്ത ആ ബാലന്റെ കൈത്തലം നോക്കി 2 തവണ പ്രഹരിച്ചു. പിന്നെ തിടുക്കത്തിൽ എണീറ്റ് ഷെൽഫിൽ നിന്നും ബുക്കെടുത്ത് എങ്ങനെയൊക്കെയോ എഴുതി. ഒടുവിൽ പറഞ്ഞു, മേലിൽ നിന്നെ ഈ സ്കൂളിൽ കണ്ടുപോകരുത്. അതൊരു ഉഗ്രശാസ്ത്രനായിരുന്നു. അത് കേട്ട് ബാലൻ ഭയന്ന് വിറച്ചു. അവൻ കരുണയ്ക്ക് വേണ്ടി ഹെഡ്മാസ്റ്ററിന്റെ കാലിൽ വീണു. സർ, ഞാൻ കെഞ്ചുകയാണ്, എനിക്കൊരവസരം കൂടി തരണം. ഇനി ഞാൻ നല്ല ഒരു കുട്ടിയായി ജീവിച്ചുകൊള്ളാം. ക്രോധത്താൽ അന്ധനായി പോയ അയാൾ ആ കുരുന്നിന്റെ ശബ്ദം കേട്ടു. എഴുതിയ ബുക്കിൽ നിന്നും ആ പേപ്പർ കീറി ഒരു കവറിലിട്ട് അവന്റെ അമ്മയുടെ അഡ്രസ് എഴുതി അത് ബാലനെ ഏൽപ്പിച്ചു. ഗെറ്റ് ഔട്ട്. ഹെഡ്മാസ്റ്ററിന്റെ അലർച്ചയ്ക്ക് മുന്നിൽ സ്കൂൾ കെട്ടിടം പോലും വിറകൊണ്ടിട്ടു. താഴെ ചിതറി വീണ പുസ്തകങ്ങൾ അടുക്കിയെടുത്ത് അവൻ പുറത്തേക്ക് ഓടി. ഹെഡ്മാസ്റ്റർ നൽകിയ വിടുതൽ സർട്ടിഫിക്കറ്റ് കണ്ട് അവന്റെ അമ്മ പരിഭ്രമിച്ചു. പിന്നെ അവർ മകനെയും കൂട്ടിവന്ന സ്കൂളിന്റെ ഭരണാധികാരിയോട് കെഞ്ചി. മകന്റെ തെറ്റിന് മാപ്പപേക്ഷിച്ചു. എന്നാൽ എപ്പോഴോ അടച്ചു പൂട്ടിയ ആ അധ്യായം വീണ്ടും തുറന്നു വായിക്കാൻ ഹെഡ്മാസ്റ്റർ തയ്യാറായില്ല. നിരാശരായി അമ്മയും മകനും മടങ്ങി വീട്ടിലെത്തി. നിന്നെ ഞാൻ പഠിപ്പിക്കാം. ഒടുവിൽ ആത്മധൈര്യം വീണ്ടെടുത്ത അമ്മ മകന്റെ അധ്യാപികയായി. പഠിക്കാൻ വേണ്ടി അവൻ ദിനപത്രങ്ങളുടെ ഏജൻസി എടുത്തു. അവ വിറ്റു കിട്ടുന്ന പണം കൊണ്ട് പുസ്തകങ്ങൾ വാങ്ങി അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ഇറങ്ങി. സ്വപരിശ്രമത്താൽ പഠിച്ചുയർന്ന് പിൽക്കാലത്ത് ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച ഈ മഹാൻ ആരാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? 2000-ലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസണായിരുന്നു ആ ബാലൻ. നമ്മളും അധ്വാനം കൊണ്ട് തീർച്ചയായിട്ടും എന്റെ കർത്താവിനോട് അധ്വാനിക്കുമ്പോൾ
എന്റെ ജീവിത സാഫല്യം ഉണ്ടാകും എന്നുള്ളതിന് സംശയം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായി എപ്പോഴും